you need a wash too. The new generation Scorpio. സംഭവം എങ്ങനെയുണ്ട്? നമ്മുടെ ടാറ്റ പഞ്ച് ഇവിടെ അഡ്വഞ്ചർ വേരിയൻറ്റിൽ വരുന്ന ആ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം, ടാറ്റയുടെ ഹാർമൻ്റെ 7-inch ഡിസ്പ്ലേ, ടിയാഗോയിലൊക്കെ ഇതാണ് വരുന്നത് തോന്നുന്നുണ്ട്, ബേസ് വേരിയൻറ്റുകളിലൊക്കെ. അതിലാണ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത്. ഇത് ടാറ്റയുടെ വണ്ടിയിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു വണ്ടിയുടെ ബേസിക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ വയേർഡായിട്ടോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ ഉണ്ടെങ്കിൽ നമുക്കതിൽ യൂട്യൂബ് വർക്ക് ചെയ്യിക്കാനുള്ള പല പൊടിക്കൈകൾ കയ്യിലുണ്ടെങ്കിൽ അതിൽ യൂട്യൂബ് വർക്ക് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ? അതിന് കുറച്ച് വഴികളുണ്ട്, പറഞ്ഞു തരാം. ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് 15 ഉള്ള ഫോൺ തന്നെ വേണം കേട്ടോ. ആൻഡ്രോയിഡ് 14 13 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് വർക്ക് ആവില്ല. നിങ്ങളുടെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് 15 16 ഒക്കെ ആയിട്ടുള്ള ഫോൺ മിനിമം വേണം. ജസ്റ്റ് ഫോണിൻ്റെ ബ്രൗസറിൽ കയറിയിട്ട് GitHub AA ബ്രൗസർ APK എന്നുള്ളത് കൂടി വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം കേട്ടോ. അതടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജാണ് വരിക. അത് ഡ്രാഗ് ചെയ്ത് താഴോട്ട് പോവുക. റിലീസസ് എന്നുള്ള ഭാഗത്ത് വേർഷൻ 2.2 റിലീസ് കാണാം. ജസ്റ്റ് അതും അതുപോലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് താഴോട്ട് പോരുക. അവിടെ കാണാം അസെറ്റ്സ് എന്ന്. അതിൽ AA ബ്രൗസർ 2.2 APK കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യുക. സത്യത്തിൽ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആകുകയാണെന്നുണ്ടെങ്കിൽ വളരെ സുഖമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് വീഡിയോ കാണാൻ പറ്റില്ല. അത് നമ്മൾ ഡ്രൈവിങ്ങിനെ ബാധിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഈ പരിപാടി ചെയ്യാത്തത് ആ സിസ്റ്റത്തിൽ. പക്ഷേ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ അൺനോൺ സോഴ്സിൽ നിന്ന് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക. അത്ര സെക്യൂർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ സെക്യൂർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഈ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഒരു എറർ മെസ്സേജ് വന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഈ ഫോൺ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫോണല്ല. ഇത് ആൻഡ്രോയിഡ് 14 ആണ്. ആൻഡ്രോയിഡ് 15 മുതൽ മാത്രമേ ഉള്ളൂ ഈ ട്രിക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ മുന്നിൽ കാണുന്നത് ആൻഡ്രോയിഡ് 16 വേർഷനിലുള്ള ഫോണാണ്. അതിൽ ഇതേ പരിപാടി ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടല്ലോ, AA ബ്രൗസർ, അതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആ ആപ്ലിക്കേഷനിൽ നമ്മളെ ഫോണിൽ നിന്ന് കയറാം. അതിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ ഡിഫോൾട്ടായിട്ട് യൂട്യൂബ് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ കാണുന്ന അതേ യൂട്യൂബ് അവിടെ വരുന്നതായിരിക്കും. ഫോണിലല്ലല്ലോ നമുക്ക് യൂട്യൂബ് കണ്ടത്, നമ്മുടെ സിസ്റ്റത്തിലല്ലേ യൂട്യൂബ് കണ്ടത്. അതിനുള്ള ട്രിക്കാണ് ഞാൻ അടുത്ത പറയുന്നത്, ശ്രദ്ധിച്ചോ. ഇതേ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ടൊന്ന് പോവുക. അവിടെ സെർച്ച് ബാറിൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അവിടെ വരും. അതിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ കസ്റ്റമൈസ് ലോഞ്ചർ എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് അവിടെ കാണാം. അത് ഓണാക്കി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയിലോട്ട് നമ്മളെ വണ്ടിയിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിൽ ഈ ആപ്ലിക്കേഷൻസ് വരികയാണ് ചെയ്യുക കേട്ടോ. പക്ഷേ ഇതുപോലുള്ള അൺനൗൺ സോഴ്സിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കില്ല. അതിന് വേറെ ട്രിക്ക് ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ആ ബാക്കിലോട്ട് വന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വേർഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേരൊക്കെ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണട്ടോ AA ബ്രൗസർ എന്നുള്ളത്. പക്ഷേ അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ ഡെവലപ്പർ മോഡിലോട്ട് മാറും. നിങ്ങൾ ആ മുകളിലുള്ള 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡെവലപ്പർ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനൊക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ടിക്കറ്റ് കൊടുക്കേണ്ട ഭാഗങ്ങളൊക്കെ വരും. അതിലൊന്നും കളിക്കണ്ട. അതിൽ അൺനൗൺ സോഴ്സസ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടിക്കിടുക. ഇനി വീണ്ടും ബാക്ക് സൈഡിലോട്ട് വന്നിട്ട് നമ്മുടെ കസ്റ്റമൈസ് ലോഞ്ചറിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാം AA ബ്രൗസർ എന്നുള്ളത്. അത് ഓണായിട്ട് തന്നെയാണോ കിടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷനുള്ള ഫോണ് നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അവിടെ AA ബ്രൗസർ എന്നുള്ള നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കിട്ടും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലോട്ട് ഡയറക്റ്റ് പോകുന്നതായിരിക്കും. This is Harrier.ev, and this isn't a story about being big and flashy. It's about SUV DNA, proven, authentic, bold, unstoppable. ഇതേ ഫോൺ വെച്ചിട്ട് MGയുടെ ഡിവൈസിലും വയർലെസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. അവിടെ AA ബ്രൗസർ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് യൂട്യൂബ് കിട്ടിയിരുന്നു.
ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഡ്രൈവിംഗ് മോഡിൽ കാണാൻ പറ്റില്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. എവിടെയെങ്കിലും വണ്ടി നിർത്തിയിടുന്ന സമയത്ത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. വണ്ടി ഡ്രൈവ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് തന്നെ അത് കട്ട് ഓഫ് ആകും. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ അതിലോട്ട് നോക്കിയിട്ട് ആക്സിഡൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിയുടെ കൺസേൺ ആയിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി ഡ്രൈവിംഗ് മോഡിൽ നിങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഈ ട്രിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നേരെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗാഡ്ജറ്റ് കിട്ടും. ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. AI ബോക്സ് എന്നാണ് പറയുക. ഇതുപോലുള്ള OEM, അതായത് ഒറിജിനൽ കമ്പനി സെറ്റുകളിൽ നിങ്ങൾക്ക് ഈ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സെറ്റായാൽ മതി. ഇതേ സിസ്റ്റം തന്നെ കേട്ടോ. വയർഡ് ആയാലും കുഴപ്പമില്ല, വയർലെസ് ആയാലും കുഴപ്പമില്ല. ഈ AI ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. അത്യാവശ്യം വില ഉണ്ട്. ഒരു 4000 മുതൽ 15000 രൂപയ്ക്ക് വരെ വരുന്ന നല്ല നല്ല AI ബോക്സ് കിട്ടും. അത് ജസ്റ്റ് വാങ്ങിയിട്ട് നമ്മുടെ ആ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ ആ സിസ്റ്റത്തിൻ്റെ UI മൊത്തം മാറും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ യൂട്യൂബ് ഉണ്ട്. ആ AI ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നമ്മുടെ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതിലുള്ള യൂട്യൂബ് റണ്ണിങ്ങിലും വർക്ക് ചെയ്യും. ഇനി അതിലും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി സെറ്റ് എടുത്ത് ഒഴിവാക്കണം. ആ ഭാഗത്ത് ചൈന ബ്രാൻഡിലുള്ള പല സെറ്റുകൾ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. അതവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ വണ്ടിയുടെ ആ ഒരു ഭാഗത്ത് ആ ഒരു ചീപ്പ് ക്വാളിറ്റി സെറ്റ് വെക്കുന്നതോടുകൂടെ ആ ഒരു ഭംഗിയും പോകും. കമ്പനി സെറ്റുകളിൽ നിന്നും കിട്ടുന്ന ഓഡിയോ ക്വാളിറ്റി പോകും. അതിന് പുറമെ ലാഗ് വരും. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ആ സിസ്റ്റത്തിൽ വരുന്നതായിരിക്കും. ഈ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡിനേക്കാളും നല്ലത് നിങ്ങളെ ഒറിജിനൽ ബ്രാൻഡ് സെറ്റിനെ ഒരു ഗാഡ്ജറ്റ് AI ബോക്സ് പോലുള്ള സിസ്റ്റം വെച്ചിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ ട്രിക്കിൽ എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് രൂപത്തിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ അതിനുള്ള വഴികൾ പറഞ്ഞുതരാം, എന്ത് ചെയ്താലാണ് സോൾവ് ആവുക എന്നുള്ളത്. അപ്പോൾ അതോടുകൂടെ ബാക്കിയുള്ളവർക്കും ആ ഡൗട്ടൊക്കെ ക്ലിയർ ആവുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ I am going to signing off. This is your friend Fasi Muhammad.